പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ രണ്ടാമത്തെ സെഷൻ വൈകുന്നേര സമയത്ത് ഞങ്ങൾ ഹല്ലേലൂയ തലമുറക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾ പാസ്റ്റർ പ്രാർത്ഥനയോടെ കടന്നു വന്ന ഹല്ലേലൂയ തിരുസന്നിധിയിലേക്ക് വീണ്ടും അടുത്ത് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല സാഹവാസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്ന പുനിതാവെ, ആദ്യത്തെ സെഷനിൽ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടയുന്ന പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി പേരുകൾ പറഞ്ഞൊക്കെയും പ്രാർത്ഥിച്ചത് കർത്താവ് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്ന പുനിതാവെ, അല്ലെങ്കിൽ ആ സൗരാംഗദേവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് അരളിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളൊക്കെയും വേഗത്തിൽ നിറവേറിക്കണ്ട് സന്തോഷിപ്പാൻ അപ്പച്ചങ്ങ് ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. ഈ രണ്ടാമത്തെ സെഷനിൽ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുമായ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞങ്ങളെ ലിലിയാസോർ ഞങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കുമാറണമേ. ഞങ്ങൾ എഴുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മേലെ അത് അനുഗ്രഹമായി തീരുവാൻ അപ്പച്ചങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്ക് ആ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് ആ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്ക് ആ സ്തോത്രം. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ളതിനെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവെ തിരുവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ, തിരുവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ പകൽക്കാലം കർത്താവെ കടന്നു വന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പിക്കുന്ന മോളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ദാസ്യം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവിക സാന്നിധ്യം കൊണ്ട് കർത്താവെ ഞങ്ങളെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്മേലും അല്ലെങ്കിൽ കേൾക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്മേലും അത് അനുഗ്രഹമായി തീരുവാൻ ഒന്നുകൂടെ ആത്മീയവർദ്ധനവെ കാരണമായി തീരുവാൻ അപ്പച്ച അങ്ങ് ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ ആ സോദരയുടെ എല്ലാ അന്റിമാരെ കൂട്ടിയെടുത്ത് ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹപാത്രങ്ങളാക്കി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് ഉപയോഗിക്കുന്ന കൃപയ്ക്ക് ആ സോദരി ലോകത്തിന് അനുരൂപമാകാതെ നന്മപൂർണ്ണ പ്രസാദമുള്ള യാഗമായി അങ്ങക്ക് വേണ്ടി കർത്താവെ വലിയൊച്ചെടുക്കുന്ന അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ അങ്ങ് ഉപയോഗിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. സമസ്ത ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മന്റെ നിറവിൽ തന്നെ ഞങ്ങൾ ഒരു നിമിഷമായിരിക്കാൻ അല്ലെ അങ്ങ് തന്നെ നിയന്ത്രിച്ച് കർത്താവെ ഞങ്ങളുടെ താഴ്മയിലെ കർത്താവെ താഴ്മയോടെ ആ ബലമുള്ള കൈക്ക് ഞങ്ങൾ താണിരിക്കുമ്പോൾ ഞങ്ങൾ അരീരത്തോടെ കർത്താവെ ഞങ്ങളുടെ ഉപാസപ്രാർത്ഥനെ അനുഗ്രഹിച്ച് കർത്താവ് ഞങ്ങളെ പറഞ്ഞയക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം തൊട്ട് ഞങ്ങളുടെ സ്ഥാനത്ത് അനുഭവിച്ച ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം, പ്രാർത്ഥനയുടെ ആ സ്തോത്രം എല്ലാ അപ്പച്ചന്റെ പൊന്നേശുടേറിയ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രൈസ് ലോർഡ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലുള്ള നന്ദി അറിയിക്കും. നമുക്ക് ഈ വൈകുന്നേര സമയത്ത് രണ്ടാമത്തെ സെഷനിൽ നമുക്ക് കടന്നു വരാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സർവസ്ന നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം നമുക്ക് ആദ്യം നമ്മുടെ വർഷിപ്പ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഖത്തറിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ ഖത്തർ ചാപ്റ്ററിന്റെ സ്തോത്രം കൊയറിലെ ഒരു അംഗമായിരിക്കുന്ന നമ്മുടെ സുമി തോമസ് മോളാണ് നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന. കഴിഞ്ഞ നാളിലൊക്കെ നമ്മുടെ ഒപ്പം ആയിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. പാട്ടുകൾ പാടും അതേ വ്യക്തിയോടെ അമ്മോൾ പാടുമ്പോൾ നമുക്കും പാടുവാൻ ദൈവകൃപ പെരുമാറാട്ടെ എന്ന് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ട് പ്രാർത്ഥന പാട്ടുകൾ പാടും വേണ്ടി നമ്മുടെ സുമിമോടെ ദൈവനാഥ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. Praise the Lord, Auntie. Here, Tiawa. Okay. Praise the Lord. Warm greetings to all of you in the matchless name of the Lord and Savior Jesus Christ. I thank God for this time He's given us together before His presence on this platform. For the next few minutes, I will be singing a few songs. I'll request all of you to sing along with me. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയാവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയാവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തിൽ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എൻ ഹൃദയത്തിൽ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്റെയും
നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. സുന്ദരരൂപനെ വന്ദിതനാഥനെ, മാരനാഥ മാരനാഥ. സുന്ദരരൂപനെ വന്ദിതനാഥനെ, മാരനാഥ മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനാമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ കാന്തനാമെന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാരനാഥ മാരനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാരനാഥ മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Oh Lord my God, when I in awesome wonder consider all the works thy hand hath made, I see the stars, I hear the rolling thunder, thy path throughout the universe displayed. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. When Christ shall come with shouts of acclamation and take me home, what joy shall fill my heart. Then shall I bow in humble adoration and there proclaim, my God, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art.
Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Precious soul, limno Yishu ki. Kitna mahal, kitna mahal. Precious we Prabhu Yishu ki. Kitna mahal, kitna mahal. Prabhu mahal, विचार कार्य तेरे कितना अद्भुत जो तूने बनाए. देखो तारे, सुनो गर्जन भयंकर, सामर्थ तेरी सारे भूमंडल पर. प्रशंसा हो प्रभु यीशु की. कितना महान, कितना महान. प्रशंसा हो प्रभु यीशु की. कितना महान, कितना महान. प्रशंसा हो प्रभु यीशु की. कितना महान, कितना महान. प्रशंसा हो प्रभु यीशु की. कितना महान, कितना महान. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Hallelujah. 1 Thessalonians chapter 4 verse 15, 16 and 17 says, with the trumpet call of God, the dead in Christ will rise first. And after that, we who are still alive will be caught up together with them in the clouds to meet in the air. The next song I'm going to sing is a very popular song, Yeshuve Manalane, Pratyashim Pradibame. I request you all to clap your hands and sing along with us. Hallelujah. Yeshuve Manalane, Pratyashim Pradibame. Yeshuve Manalane, Pratyashim Pradibame. Ennashayungu maatrame, ninne kaanuvan min tejassu. Ennashayungu maatrame, ninne kaanuvan min tejassu. Kandidum, kandidum, priyane njan kandidum. Anyanalla swanta kanna kande mukham kandidum. Kandidum, kandidum, priyane njan kandidum. Anyanalla swanta kanna kande mukham kandidum. Yeshuve Manalane, Pratyashim Pradibame. Yeshuve Manalane, Pratyashim Pradibame. Kannunir niranja logame, minnil ninnu njan marayette. Kannunir niranja logame, minnil ninnu njan marayette. കണ്ണിമേക്കും നൂടി നേരത്ത് എത്തും ഞാൻ വെയുള്ള തീരത്ത്. കണ്ണിമേക്കും നൂടി നേരത്ത് എത്തും ഞാൻ വെയുള്ള തീരത്ത്. കണ്ടിരും
പ്രത്യാശയിൻ പ്രദീപമേ, മേഘം പൊങ്ങി പൊങ്ങി കാണുന്നേ, നിത്യ കൂടാരത്തിൽ ചിലരായി മേഘം പൊങ്ങി കാണുന്നേ, നിത്യ കൂടാരത്തിൽ ചിലരായി ആശപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം, ആശപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും, കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും, മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും, പിന്നെ കാഹളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ, പിന്നെ കാഹളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നു വാനിൽ പോകുമേ. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും, കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഉയർത്തൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ഉയർത്തൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടും സംഘത്തിൽ, ആ കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, ആ കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്ത്. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും, കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, വ്യക്തമല്ലാതു നിശ്ചയം വേഗം കാണും മണാളനേ, വ്യക്തമല്ലാതു നിശ്ചയം വേഗം കാണും എൻ മണാളനേ. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും, കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറിയട്ടെ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറിയട്ടെ. കണ്ണിനേക്കും നോടി നേരത്തിൽ
പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ. പ്രത്യാശയിൻ പ്രദീപമേ മേഘം പൊങ്ങി കാണുന്നേ. നിത്യ കൂടാരത്തിൽ ചേരാൻ മേഘം പൊങ്ങി കാണുന്നേ. നിത്യ കൂടാരത്തിൽ ചേരാൻ ആശാപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം. ആശാപാശമാകും കുറ്റികൾ മുറ്റുമായറുത്തു നീക്കണം. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും. അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. കണ്ടീരും കണ്ടീരും പ്രിയനെ ഞാൻ കണ്ടീരും. അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടീരും. യേശുവേ മണാളനേ. പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ. പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ. പ്രത്യാശയിൻ പ്രദീപമേ. Lord, Heavenly Father, we thank you for this time you've given us once again to gather brief presence, Lord. Lord, thank you for being in our midst thus far, God. Now as we're going to hear from the Word of God, Lord, open our hearts to hear from your Word of God and apply it in our hearts, Lord. Oh, Lord, we ask you to be with Bintu Andy as she leads the meeting, oh, Lord. Oh, Lord, bless everyone who's gathered here on this platform today, oh, God. We submit all these things into your hands. We ask in the most precious name of the Lord and Savior Jesus Christ. Amen. Once again, I would like to thank Bindu Aunty for this opportunity, and may God bless you, all of you. ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആമേൻ. മോളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പാടുവാൻ ദൈവം കൃപ തന്നല്ലോ. അല്ലെങ്കിൽ ആ സ്വരം നമുക്കും ആ പ്രത്യാശയുടെ ഗാനം കൂടെ പാടി പാടി സുൽപ്പാനും തൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി സുമിമോളെ ദൈവം ഒരുക്കിയെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവം ധാരാളമേ അനുഗ്രഹിക്കുമാറാട്ടെ. കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന തുടർന്നും സുമിമോളെ ഓർത്ത് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണല്ലോ. തീർച്ചയായിട്ടും തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ. നമ്മുടെ മെസ്സേജിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആസ്വത്രം നമ്മുടെ ബിൽജി അലീനും സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സുഷൻ തോമസ് ആൻഡി തന്റെ വാചന നിർദ്ദേശനം നമ്മോട് പറഞ്ഞതായിരിക്കും. പ്രൈസ് ലോർഡ് ബിൻസി സിസ്റ്റർ, മെസ്സേജിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാർത്തവിശ്വസനമാടിങ്ങളുടെ സ്തുതിയെ നല്ല പിതാവേ, അപ്പാദയമേ, നല്ല സമയത്തിന് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, യേശുപ്പച്ചാടിങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അപ്പച്ചന്റെ പാതപിടുത്തങ്ങൾ കടന്നു വരുവാൻ കർത്താവെ ഇടയാക്കിയ കൃപകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവ് പ്രത്യേകാലം ഇന്ന് പകൽക്കാലം കർത്താവെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കും ദൈവടിങ്ങളെ ഓരോരുത്തരും ഇടയാക്കിയാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, യേശുപ്പച്ച പത്തിയാൽ അപ്പച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ദൈവമേ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ ദൈവമേ ഹാലലിയ അല്പസമയം അങ്ങയുടെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അനുഗ്രഹപ്പെട്ട പാട്ടുകൾ പാടുവാൻ കർത്താവെ പ്രിയസുമയെ ദൈവടിയാക്കിയനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, യേശുപ്പച്ച അടിയങ്ങളുടെ കർത്താവെ പ്രത്യാശ കർത്താവ് ഒന്ന് മാത്രമാണല്ലോ. യേശുപ്പച്ച അങ്ങയുടെ മുഖം ഒന്ന് കാണണം കർത്താവെ. അല്ലെങ്കിൽ ആ പ്രത്യാശ വെച്ചുകൊണ്ട് അപ്പച്ച അടിയങ്ങളുടെ ഓരോ ദിവസവും ഉള്ളതായ ജീവിതം കർത്താവെ മുന്നോട്ട് ജീവിക്കുവാൻ അടിയങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലലിയ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ശുഭചിന്തത്തെ കർത്താവെ, വചന ശുശ്രൂഷയ്ക്കായ കർത്താവെ, കടന്നു വന്നിരിക്കുന്ന പ്രിയാന്റിക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. യേശുപ്പച്ച അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവെ അത് അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റിയുടെ നാവോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. ശരീരാത്മതികളെ ബലപ്പെടുത്തണമേ, അസ്ഥികളെ ബലപ്പെടുത്തണം കർത്താവെ. ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വന്നുകൂടിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധുവാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. താങ്ക് യു മിനിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കൊച്ചിനെ മറങ്ങുന്ന വചന ഘോഷിപ്പാൻ നമ്മുടെ സുസൻ തോമസ് ആൻഡി ദൈവം ബലപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്നു. വചന സന്ദേശത്തിന് വേണ്ടി സുസൻ തോമസ് ആൻഡി ദൈവം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ലോർഡ്.
ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ആന്റിമാർക്കും, എല്ലാ ദേവദാസിമാർക്കും, സഹോദരിമാർക്കും, പ്രത്യേകാൽ ബിന്ദു സിസ്റ്ററിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. ബിന്ദു സിസ്റ്റർ ചില ദിവസങ്ങളായിട്ട് എന്നോട് വചനത്തിൽ നിന്ന് പറയണമെന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തീരെ സുഖമില്ലായിരുന്ന അവസ്ഥയായിരുന്നു. ശബ്ദം പോലും എടുക്കാനായിട്ട് പറ്റുകയില്ലായിരുന്നു. അന്നേരം ഞാൻ ഒഴിഞ്ഞു മാറി പുറകാലെ ആട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ പോവുക, അതുകൊണ്ട് ഈ ആഴ്ച തന്നെ പറയണമെന്ന് പറഞ്ഞു. അത്രത്തോളം ശരീരത്തില് നല്ല സൗഖ്യമില്ലെങ്കിലും പിന്നെ ഞാൻ ദേവദാസി പറഞ്ഞതിനെ നിരസിക്കണ്ടെന്ന് കണ്ട് ഏക്കുകയായിരുന്നു. വലിയൊരു പ്രസംഗം ഒന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല. ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ ഭാഗം നമുക്ക് ഏവർക്കും അറിവുള്ള ഒരു ഭാഗമാണ്. നമുക്ക് സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. യേശു ആദ്യം ചെയ്ത അത്ഭുതം എന്താണെന്ന് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അവർ പറയും കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സന്ദർഭമാണ്. ഇതിൽ നിന്ന് ചില ചിന്തകൾ മാത്രം, പുതുതായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിന്തകൾ തന്നെയാണ്. എന്നെക്കാൾ വളരെയധികം വചനത്തിൽ പാണ്ഡിത്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരുടെ നാവിൽ കൂടി തരുന്ന നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കാണുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ആ 3-ാം നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു നഥനയേലിനെ കണ്ടുമുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1:47 നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ആ നഥനയേലിനെ കണ്ടുമുട്ടിയതിന്റെ 3-ാമത്തെ നാളെന്നാണ് ഈ 3-ാം നാൾ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി എന്ന് പറയുന്നു. അന്നേരം ഗലീലയിലെ കാനാവിൽ നിന്നുള്ള എടുത്തു പറയുന്നതിന്റെ ഉദ്ദേശം വേറൊരു കാനാവും നമ്മൾ ബൈബിൾ കാണുന്നുണ്ട്. അതായത് സോർ നഗരത്തിന് സമീപം മറ്റൊരു കാന ജോഷുവ 19:28 നമ്മൾ കാണുന്നു. സോർ നഗരത്തിന് സമീപമുള്ള ഒരു കാനയെ കുറിച്ച്. ആ കാനായും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് ഗലീലയിലെ കാനാവിന്റെ എടുത്തു പറയും. നമ്മൾ പലപ്പോഴും ഒരേ പേരുള്ള വീട് ആൾക്കാരെ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുപേര് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടൊക്കെ ആണെങ്കിൽ സ്ഥലം കൂടെ കൂട്ടിച്ചേർത്ത് പറയും. ഞങ്ങളുടെ ചർച്ചിൽ തന്നെ പല ബിജുമാരുണ്ട്, ബിജു അടൂര്, അങ്ങനെ ചേർത്ത് പറയും. അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ചേർത്ത് പറയും. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഗലീലയിലെ കാനാവിൽ എന്ന് പറയുന്നത്. അവിടെ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഈ കല്യാണം യോഹന്നാന്റെ കല്യാണമാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് അതിന് ബൈബിളിൽ തെളിവൊന്നുമില്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാന്റെ കല്യാണമാണിതെന്ന് പറയപ്പെടുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത് അവരുടെ സന്തോഷവേളയിലും അവിടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ചില പ്രിയപ്പെട്ടവരൊക്കെയും അവരുടെ വിഷമസന്ധിയിൽ അവര് യേശുവിനെ വിളിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അവരുടെ സന്തോഷ സമൃദ്ധിയിൽ അവർ യേശുവിനെ മറന്നു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഈ ഭവനം അങ്ങനെയല്ല. അവരുടെ സന്തോഷത്തിന്റെ സമയത്തും അവരുടെ സന്താപത്തിന്റെ സമയത്തും ഒരുപോലെ യേശുവിന്റെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ടായിരുന്നതായിട്ട് കാണുന്നു. നമ്മള് ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, ഏതൊരു കാലത്തും ഏതൊരു നേരത്തും യേശുവേ നിന്നെ ഞാൻ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുன்பമാണെങ്കിലും എൻ പാരാ നിന്നെ ഞാൻ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുன்பമാണെങ്കിലും എൻ പാരാ നിന്നെ ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇമ്പമാണെങ്കിലും തുன்பമാണെങ്കിലും ഒരുപോലെ കർത്താവിനെ സ്തുതിക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. സങ്കീർത്തനം 34:1 പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അങ്ങനെ യേശുവിനെയും
അവന്റെ അമ്മയായ മറിയയെയും ശിഷ്യന്മാരെയും ഒക്കെ അവരുടെ സന്തോഷ സമയത്തും ഈ ഭവനത്തിൽ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത്, വീഞ്ഞ് പോരാതെ വഴികിയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ വിചാരിക്കും യേശു ആ ഭവനത്തിലുള്ളതുകൊണ്ട് അവിടെ യാതൊരു പ്രയാസത്തിനോ പ്രതിസന്ധിക്കോ ഇടയില്ലെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ യേശു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി നമ്മൾ സ്വീകരിച്ചു, നമ്മൾ ദൈവഭാഗത്ത് കടന്നു വന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിയെന്ന് ആരും വിചാരിക്കില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സഭകളൊക്കെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവഭാഗത്തേക്ക് വന്നു, നിങ്ങൾ സൈക്കിളുമായിട്ട് വന്നാൽ നിങ്ങൾ കാറുമായിട്ട് തിരിച്ചു പോകാം, അല്ലെങ്കിൽ സ്കൂട്ടറുമായിട്ട് വന്നാൽ ബൈക്കുമായിട്ട് തിരിച്ചു പോകാം. അതൊന്നുമല്ല യേശു പഠിപ്പിക്കുന്നത്. യേശു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ചിലപ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, അതുപോലെ തന്നെ വേദനകള്, നിരാശകള്, അപമാനങ്ങളൊക്കെയും കടന്നു വന്നെന്ന് വരാം. എന്നാൽ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ യേശു നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെയും മധ്യത്തിൽ നമുക്ക് ജയം പ്രാപിക്കുവാനായി കഴിയും. അതാണ് ഒരു വിശ്വാസിയുടെ ഏക പ്രത്യാശ. ഇവിടെ യേശു കടന്നു വന്ന വീട്ടിലും വീഞ്ഞ് പോരാതെ വരുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു കുറവ് കാണുന്നു. നമുക്കറിയാം, ഒരു കല്യാണ വീടാകുമ്പോൾ അവിടെ ആഹാരത്തിന്റെ സമൃദ്ധി പ്രത്യേകമായിട്ടുണ്ടായിരിക്കുന്നതാണല്ലോ. അന്നേരം ആ വീട്ടില് അവിടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വീഞ്ഞ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടൊരു ഐറ്റമാണ്. അത് വീഞ്ഞ് പോരാതെ വരുന്നെന്ന് പറയുന്നത് അത് അവർക്ക് വലിയൊരു അപമാനത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ അതിന്റെ മധ്യേ യേശുവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശുവിന്റെ അമ്മയായ മറിയ യേശുവിനോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മള് യേശുവിന്റെ അമ്മ വലിയ കാര്യത്താലെ യേശുവിന്റെ അടുക്ക ചെന്ന് പറയുന്നതായിട്ട് അവർക്ക് വീഞ്ഞില്ല. അന്നേരം യേശു സ്ത്രീയെ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ നോക്കുമ്പോൾ അത് നമുക്കൊരു ബഹുമാനമില്ലാതെ പറയുന്നതായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം എന്റെയൊക്കെ കൊച്ചിലെ ഞാൻ ഇത് വായിച്ചോണ്ട് ഞാൻ എന്താ യേശു അപ്പച്ചൻ അമ്മയെ ഇങ്ങനെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത്. എന്നാൽ പിന്നെ വചനം കുറച്ചുകൂടെ പഠിച്ചപ്പോൾ മനസ്സിലായി, സ്ത്രീയെ എന്നുള്ളത് അത് ഗ്രീക്ക് ഭാഷയിലുള്ള മഹതി എന്ന ഒരു വാക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വന്നിട്ട് സ്ത്രീയെ എന്നുള്ളത് ആയിപ്പോയത്. അല്ലാതെ ബഹുമാന സൂചകം അല്ലാതെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് സ്ത്രീയെ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചില വേറെ ചില ഭാഗങ്ങളിലും നമ്മൾ സ്ത്രീയെ എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മള് കാണുന്നുണ്ട്. ശമര്യക്കാരത്തി സ്ത്രീയോട് യേശു പറയുന്നുണ്ട് 4:21, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. അവിടെ നമ്മൾ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ ക്രൂശിനരികെ യേശുവിന്റെ അമ്മയും സഹോദരിയും ഒക്കെ നിൽക്കുന്ന സമയത്ത് യേശുവിന്റെ അമ്മയെ യോഹന്നാന്റെ ഭരമേൽപ്പിക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 19:26 വാക്യത്തിൽ പറയുന്നു, യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറയുന്നു. ആ ഭാഗത്ത് നമ്മൾ സ്ത്രീയെ എന്നുള്ള സംബോധന കാണുന്നു. അത് മഹതി എന്ന അർത്ഥത്തിലാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറയുന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത്. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മയായ മറിയ തന്റെ പുത്രൻ ദൈവപുത്രനാണെന്ന് മറിയയ്ക്ക് നന്നായി അറിയാം. എന്നാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ആ ദൈവപുത്രൻ ഒന്ന് വെളിപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ മറിയ വേദനപ്പെട്ടിരുന്നിരിക്കാം. എന്നാൽ അതിനുള്ള ഒരു സന്ദർഭമായിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കാനായിട്ടായിരിക്കും മറിയ അവിടെ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് യേശുവിന്റെ അമ്മയായ മറിയ ഇത് തന്റെ മകൻ ദൈവപുത്രനാണെന്ന് മറിയയ്ക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടതെന്ന് നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ലൂക്കോസ് 1 1
26 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ലൂക്കോസ് 1:28 മുതലുള്ള വാക്യങ്ങൾ. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ജനനത്തിന് മുമ്പ് തന്നെ യേശുവിനെ കുറിച്ച് മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുണ്ട്, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുപോലെ തന്നെ 1:35 പറയുന്നു, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അന്നേരം ആ ഭാഗങ്ങളിലൊക്കെയും ഗബ്രിയേൽ ദൂതൻ മറിയയെ ഓർപ്പിക്കുന്നുണ്ട്, നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും, അതുപോലെ തന്നെ അത്യുന്നതന്റെ പുത്രനായിരിക്കും എന്നൊക്കെയും മറിയയോട് പറയുന്നു. അന്നു മുതൽ മറിയ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇതിനായിട്ട് കാത്തിരിക്കുക. എന്നാൽ 30 വർഷമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും കാണുന്നതിനായിട്ട് ഇടയായതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. പിന്നെ വീണ്ടും നമ്മൾ കാണുന്നത് മറിയയുടെ അടുക്കൽ ദൂതൻ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിശബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം എന്ന് പറയുന്നുണ്ട്. ഈ മറിയ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയി സെക്കരിയാവിന്റെ ഭവനത്തിലെത്തി എലിശബത്തിനെ വന്ദിക്കുന്നതായിട്ട് നമുക്ക് ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ കാണുന്നു. അപ്പോൾ എലിശബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 41, 42, 43 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. അന്നേരം എലിശബത്തിൽ കൂടെയും ആ ഒരു പ്രവചന ആത്മാവിൽ മറിയ മനസ്സിലാക്കുന്നു, തന്റെ ഉള്ളിൽ ഉത്ഭവിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയാണെന്ന്. ആദ്യമായി ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും എലിസബത്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും നമുക്ക് കാണുന്നത് വിദ്വാൻമാർ പൊന്നെ മൂര കുതിരുക്കം ഇവ കാഴ്ചവെച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ യേശുവിന്റെ രാജ്യത്വം, പൗരോഹിത്യം, പ്രവാചകത്വം ഇതൊക്കെയും ഉൾപ്പെടുന്നതാണല്ലോ പൊന്നെ മൂര കുതിരുക്കം. അതുപോലെ തന്നെ ഇടയന്മാരുടെ അടുക്കൽ ദൂതൻ ചെന്ന് പറയുന്നുണ്ട്, ലൂക്കോസ് 2:10, ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ സംഭവങ്ങളൊക്കെയും ഈ ഇടയന്മാർ ചെന്ന് മറിയോടും ജോസഫിനോടും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയന്മാർ പറയുന്നു, വിദ്വാൻമാർ പറയുന്നു. പിന്നെ വീണ്ടും നമ്മൾ കാണുന്നത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം മറിയയുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ അവൾ ഈ പൈതലിനെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ആത്മനിയോഗത്താൽ ശിമിയോൻ വന്ന് അവൻ ഈ പൈതലിനെ കൈകളിലെത്തി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 2:28-29 വാക്യങ്ങൾ. അവനെ കൈകളിലെത്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായ നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവങ്ങൾ കൂടിയൊക്കെയും മറിയയ്ക്ക് മനസ്സിലായി, തന്റെ മകൻ ഒരു ദൈവപുത്രനാണ്, വിശുദ്ധ പ്രജയാണ് എന്നൊക്കെയും മനസ്സിലായതായിട്ട് നമുക്ക് കാണുന്നു. വീണ്ടും നമ്മൾക്ക് കാണുന്നത്
41 പോലുള്ള വാക്യങ്ങളിൽ പെസഹ പെരുന്നാളിന് അവരെ യെരുശലേമിലേക്ക് കടന്നു പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 12 വയസ്സായപ്പോൾ അവർ യെരുശലേമിൽ പെസഹ പെരുന്നാളിന് കടന്നു പോകുന്നു. എന്നാൽ മറിയയും യോസഫും മറ്റ് ബന്ധുമിത്രാദികളൊക്കെ ഒരു ദിവസത്തെ വഴി തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷമാണ് യേശു അവരുടെ കൂടെ ഇല്ലെന്നുള്ള അവരറിയുന്നത്. വീണ്ടും അവരെ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ 3 നാൾ കഴിഞ്ഞ ശേഷം അവർ ദേവാലയത്തിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞ ശേഷം അവർ കാണുന്നത് ദൈവാലയത്തിൽ ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെയും അടുക്കൽ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് യേശു ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയൊക്കെയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ സമയത്തും യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളോട് ചെയ്ത എന്തെന്നും അപ്പനും അമ്മയും ചോദിക്കുന്നു. യേശു പറയുന്ന കാര്യമുണ്ട്, അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്ത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവർ തങ്ങളോട് പറഞ്ഞ വാക്ക് അന്ന് അവർക്ക് ഗ്രഹിച്ചില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അന്നേരം നമുക്ക് കാണുവാൻ കഴിയും, ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞു, ഇത് വിശുദ്ധ പ്രജയാണ്. അതുപോലെ തന്നെ എലിസബത്ത് പ്രവചന ആത്മാവിൽ മറിയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഇടയന്മാർ ദൂതന്മാർ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറിയോട് പറഞ്ഞു. അങ്ങനെ മറിയയ്ക്ക് മനസ്സിലായി. വീണ്ടും വിദ്വാൻമാര് അവര് കാഴ്ചവെച്ചതിൽ നിന്ന് മറിയയ്ക്ക് മനസ്സിലായി. വീണ്ടും ശിമയോൻ കുഞ്ഞിനെ കൈകളിലേന്തി ആ പ്രവചനാത്മാവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. വീണ്ടും പെസഹ പെരുന്നാളിൽ യെരുശലേം ദേവാലയത്തിൽ ഈ കുഞ്ഞുമായിട്ട് കടന്നു പോയപ്പോൾ കുഞ്ഞ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഒക്കെ മധ്യ നിന്നുകൊണ്ട് അവരോട് ഓരോ ഉപദേശങ്ങൾ ചോദിക്കുകയും അവരോട് ചില കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴൊക്കെയും ഈ മറിയയ്ക്ക് മനസ്സിലായി, തൻ്റെ കുഞ്ഞ് ഒരു ദൈവപുത്രനാണ്, അവൻ അത്ഭുത ശക്തിയുള്ളവനാണ്. എന്നാൽ ആ 30 വയസ്സ് വരെയും അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ, അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അടയാളങ്ങളൊന്നും മറിയ കാണുന്നില്ല. എന്നാൽ മറിയ അത് വെളിപ്പെടുത്തുവാനുള്ള ഒരു സന്ദർഭമായി അത് ഉപയോഗിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് മറിയ യോഹന്നാൻ 2 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അന്നേരം യേശു എന്തെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ചെയ്യണമെന്നാണ് ശുശ്രൂഷക്കാരോട് മറിയ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് മറിയ ഈ വാക്കുകൾ പറയുന്നത്. ശുശ്രൂഷക്കാരോട് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു ഈ ശുശ്രൂഷക്കാരോട് അപ്പൊ പറയുവാണ്, നിങ്ങൾ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കൽപ്പാത്രങ്ങൾ എന്ന് പറയുന്നത് വെളിയിൽ കാലും കൈയൊക്കെ കഴുകാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും ബക്കറ്റ് വെളിയിൽ വെള്ളം വെക്കുന്ന പോലെ. ഞങ്ങൾ ഇസ്രായേലിൽ പോയപ്പോൾ ഈ കൽപ്പാത്രങ്ങൾ കാണുവാനായിട്ട് ഇടയായി. നമ്മുടെ നാട്ടിലുള്ള വലിയ ഉരളിന്റെ ഷേപ്പിൽ ഇരിക്കും. അതുപോലത്തെ ഇട ഒതുങ്ങിയല്ല, നല്ല ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും. എന്നാൽ നല്ല ഒരാളിന്റെ ഒരു 1/4 ഭാഗം വലിപ്പമുണ്ട്. അതിനകത്ത് ഒരു കൽപ്പാത്രത്തിൽ തന്നെ 2-3 പറവീതം വെള്ളം കൊള്ളും. അന്നേരം ആ കൽപ്പാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കാനായിട്ട് യേശു പറയുന്നത്. എന്നാൽ ശുശ്രൂഷക്കാരുടെ ഒരു പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാക്കാം. യേശു ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനായി പറയുമ്പോൾ ശുശ്രൂഷക്കാരെ അതിന് യാതൊരു മറുചോദ്യവും ചോദിക്കുന്നില്ല. നമ്മളൊക്കെയാണ്, എന്നോടൊക്കെയാ പറയുന്നെങ്കിൽ ഞാൻ ഒരു 10 സംശയം ചോദിച്ചത്, അയ്യോ യേശുവെ, ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് മറ്റുള്ളവർ എന്തോ വിചാരിക്കും, ഇത് വെളിയിലിരിക്കുന്ന പാത്രമല്ലയോ, ഇത് നാണക്കേടല്ലയോ, ഈ വെള്ളം നിറയ്ക്കുക, അതെങ്ങനെ വീഞ്ഞിന് പകരം വെള്ളമാകുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിലാണെങ്കിലും പല പല സംശയങ്ങൾ വരും. എന്നാൽ കർത്താവ് നമ്മളോട് എന്തെങ്കിലും എന്തെങ്കിലും വാക്ക് കൽപ്പിച്ചാൽ അത് അവിശ്വസിക്കാതെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം അതുപോലെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നതിനിടയാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടിയങ്ങളുടെ ജീവിതത്തിലും ഒരു ചെറിയൊരു സാക്ഷി പറയുന്നു. ചിലർക്കൊക്കെ എങ്കിലും അറിയാവുന്നതായിരിക്കും. ഞങ്ങള് 90-ൽ ദേവദാസൻ അബുദാബിയിൽ കടന്നു വന്നു. 2007 മുതൽ 7 വരെയും അബുദാബിയിലായിരുന്നു. 2005-2006 കാലങ്ങളിൽ പല ദേവദാസന്മാർ കൂടിയും ദേവദാസനോട് പറയാനായിട്ട് ഇടയായി.
നിനക്ക് ഒരു ഇടയ ശുശ്രൂഷയാണ് നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ അവിടെ പലവിധമായ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെയും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ പല പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ഒരുമിച്ചുള്ള ഐക്യ കൂട്ടായ്മയായ അബുദാബി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിന്റെ ഒക്കെ സെക്രട്ടറി ആയിട്ടൊക്കെയും പല വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചു. അവിടെ ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെയും വളരെ വ്യാപൃതനായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സഭാ പരിപാലനം ഞങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലെ ഞാനും അങ്ങനെ ഒരു പാസ്റ്ററിന്റെ വൈഫായിട്ടൊന്നും ഇരിക്കാനൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ സാംചാൻ സുശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും ആത്മീയ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നതും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഒരു സഭയുടേതായിട്ടുള്ള ഒരു കെട്ടുപാടിൽ കടന്നു വരുന്നതിനായിട്ട് ആഗ്രഹമില്ല. എന്നാൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു പ്രവാചകൻ പാസ്റ്റർ ഉണ്ടായിരുന്നു, ശമൂവേൽ ചാൻ എന്ന് പറയുന്നത്, കൊട്ടാരക്കരയുള്ള ഒരു ദേവദാസന. ആ ദേവദാസൻ പ്രത്യേകമായിട്ട് വളരെ ശക്തിയോടുകൂടി പ്രവചനാത്മാവിൽ ദേവദാസനോട് പറയുന്നതിനിടയായി ഇടയ ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു പല ദേവദാസന്മാരിൽ കൂടിയും പറയുന്നതിനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദേശത്തോട്ടൊരു ജോലിക്കായിട്ടൊരു ചാൻസ് വന്നത്. എന്നാൽ ആ ദേശത്ത് അറിയാൻ വയ്യാത്ത ഒരു ദേശത്ത് കടന്നു വരുന്നതിനായിട്ട് താൻ ആഗ്രഹിച്ചില്ല. ആ ദേശത്ത് ജോലിയോടനുബന്ധിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ മുഴുകിയിരിക്കുന്നതിനാണ് ആഗ്രഹിച്ചത്. ഈ ഒരു ഹോസ്പിറ്റലിലെ നല്ലൊരു പൊസിഷനിലാണ് ഇവിടെ ദേശത്തോട്ട് അയച്ചത്, ഈ ദേശത്തോട്ട് അവർ ക്ഷണിച്ചത്. എന്നാൽ കടന്നു വരുവാൻ മനസ്സിലായിരുന്നിട്ടും 2 വർഷത്തോളം ആ പോസ്റ്റ് ഞങ്ങൾ ദേവദാസിനേക്കാൾ കഴിവും മിടുക്കുമുള്ള അനേകർ ഇരിക്കുന്ന സമയത്താണ്. എന്നാൽ ദൈവം തന്നെ കുറിച്ച് ചില പ്ലാനും പദ്ധതിയും ഈ ദേശത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പോസ്റ്റ് 2 വർഷത്തോളം അവരത് വെയിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇടയായി. വീണ്ടും അത് ഷാരോൺ പ്രസ്ഥാനം ഈ ദേശത്തോട്ട് ഇങ്ങനെ ദേവദാസിനൊരു ജോലിക്കായിട്ട് കാര്യങ്ങൾ ഓഫർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് കോയ്സാറായിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്. ആ കോയ്സാറ് ദേവദാസിനോട് പറയുന്നതിനിടെ എപ്പോഴും കുഞ്ഞെന്നാണ് വിളിക്കുന്നത്, കുഞ്ഞെ അങ്ങനെ ഖത്തറിലോട്ട് ജോലിയൊക്കെ ശരിയായതായിട്ട് അറിയുന്നല്ലോ, നമുക്ക് ഖത്തറില്ല, ഷാരോന്റെ പ്രവർത്തനമില്ല, കുഞ്ഞവിടെ പോയി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ അങ്ങനെ ഒരു ദേവദാസനൊരു നിയോഗം തന്നിൽ ഫലമേൽപ്പിച്ചപ്പോഴാണ് ഈ ദേശത്തോട്ട് കടന്നു വരാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ഒന്നും നോക്കാതെ, എന്നാൽ ഈ ദേശത്ത് നമുക്ക് സപ്പോർട്ടിനായിട്ട് ആരുമില്ല, നമുക്ക് അറിയാവുന്ന അധികം ആൾക്കാരൊന്നുമില്ല, ചില ശരണങ്ങളിലുള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്നാൽ അവർ മറ്റ് പല സഭകളും നേരത്തെ കടന്നു വന്നവരായതുകൊണ്ട് അവർ മറ്റ് പല സഭകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി ഈ ദേശത്തോട്ട് കടന്നു വരുന്നതിനിടയായി. ഈ ദേശത്ത് കടന്നെങ്കിലും നമുക്ക് അങ്ങനെ സപ്പോർട്ടിനായിട്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങള് 3-4 മാസം ഇവിടെ AG ചർച്ചില്, ബഥേൽ AG ചർച്ചില് കടന്നുപോയി. അവിടെയുള്ള ദേവദാസിനോട് പറയുന്നതിനിടയായി ഇതുപോലെ ശരൺ ഫെലോഷിപ്പ് ചർച്ച് തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിനും ആ ദേവദാസനും ആ ദേവസഭയും ഞങ്ങളെ ഏറ്റെടുക്കുന്നതിനിടയായി. ഇപ്പോഴും ആ സ്നേഹബന്ധം ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഒരു സെയിം ബിൽഡിംഗിൽ ലില്ലിയാൻറ്റി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളൊരു 10-12-13 വിശ്വാസികൾ ഈ സെയിം ബിൽഡിങ്ങിലുണ്ട്. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി പറയുക, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ലേഡീസിന്റെ കൂട്ടായ്മയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച രാത്രി 11 മണി മുതലുള്ള പ്രാർത്ഥനയുണ്ട്. ആ ദേവദാസൻ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു ബിൽഡിങ്ങിലാണ്. ആ ദേവദാസൻ ഞങ്ങളെ കൈക്കൊള്ളുകയും 3-4 മാസം ആ സഭയിൽ ആയിരിക്കുകയും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞങ്ങളെ പ്രാർത്ഥിച്ചു വിട്ടത്. ആ സഭയിൽ നിന്ന് പലരും ഞങ്ങളുടെ കൂടെ കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾ ആരെയും വിളിച്ചില്ല, വേറെ ആരെയും വിളിക്കാതെ എങ്ങും പോകായിരുന്നു ഒരു കുടുംബം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 സഹോദരങ്ങൾ, അങ്ങനെ ഒരു 10 താഴെ ആൾക്കാരെ കൂട്ടിയാണ് നമ്മൾ ഇവിടെ ശാരോൻ പ്രസ്ഥാനം തുടങ്ങിയത്. നടുന്നവനും പൗലോസ് പറയുന്നല്ലോ, നട്ടവനും നടുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. ദൈവനാമത്വത്തിനായി പറയട്ടെ, കാലാകാലങ്ങളായി അനേക പ്രിയ ദൈവമക്കൾ സഭയിൽ കടന്നു വരുന്നതിനും പല പ്രിയപ്പെട്ടവർ ഇവിടെ വന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതിനൊക്കെ ഇടയായി. ഞങ്ങളുടെ സഭയിൽ സഭാ വ്യത്യാസം കൂടെ, നാട്ടിലെ AG എന്നോ ശാരോനെന്നോ അല്ലെങ്കിൽ IPC എന്നോ അങ്ങനെ ഒരു വ്യത്യാസം കൂടാതെ പല പ്രിയപ്പെട്ടവർ സഭയിൽ കടന്നു വരുന്ന
അതുപോലെ തന്നെ TPM-ലുള്ള നാട്ടിൽ TPM-ൽ കൂടുന്ന ആൾക്കാർ പോലും സഭയിലുണ്ട്. ആ TPM-ൽ കൂടുന്ന ആ മകൻ ഇവിടെ വന്നാണ് സ്നാനപ്പെട്ട് വിശ്വാസി കടന്നത്. അവൻ നാട്ടിൽ പോയി TPM-ൽ നിന്ന് കല്യാണം കഴിച്ചിട്ടും ഇപ്പോഴും ഞങ്ങളുടെ സഭയിൽ തന്നെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പ്രിയ ബ്ലസ്സി, ശ്രീജിത്ത്, അതുപോലെ തന്നെ ബിൻസി, ലെനിന്, അവരൊക്കെ ഞങ്ങളുടെ സഭയിലെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള കുടുംബങ്ങളാണ്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഫെബി റോബിൻ കഴിഞ്ഞ 6 വർഷക്കാലം ഞങ്ങൾ 6-7 വർഷം, കറക്റ്റ് വർഷം ഞാൻ ഓർക്കുന്നില്ല, 6-7 വർഷക്കാലം ഞങ്ങളുടെ സഭയിൽ സജീവമായിട്ട് അവര്, റോബിനാണെങ്കിലും സഭയുടെ ട്രഷറായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചു. അവരത് കഴിഞ്ഞിട്ടാണ് ഈജിപ്തിൽ കടന്നുപോയത്. വീണ്ടും ഈജിപ്തിൽ നിന്ന് ഇപ്പോൾ കാനഡയിലായിരിക്കുന്നുവല്ലോ. അവിടെയൊക്കെ അവരായിരിക്കുന്നുവെങ്കിൽ ഇപ്പോഴും സഭയോടുള്ള ബന്ധം അവർ ദൃഢമായിട്ട് കാത്തു സൂക്ഷിക്കുകയും സഭയുടെ അനേക പ്രവർത്തനങ്ങൾക്ക് അവർ കൈത്താങ്ങൽ ചെയ്യുന്നു. സഭയെ പുകഴ്ച പറയല. സഭയെ വളരെ ആദ്യമൊക്കെയും എല്ലാ വർഷവും മൈനസിലായിരുന്നു സഭയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെയും കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ വളരെയധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. 40ഓളം സുശേഷകന്മാരെ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് സഭയെ ദൈവം ബലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നാട്ടിലും അനേക ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നതിന് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നതിന്റെ സാഹചര്യം, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട്. എന്നാൽ എന്റെ മനസ്സിൽ വന്നുണ്ടായിരുന്നോ സാംചാൻ ഈ ദേശത്ത് കടന്നു വന്ന് എങ്ങനെ ആരുമില്ലാതെ, ആരും സപ്പോർട്ടില്ലാതെ എങ്ങനെ ഒരു സഭയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നൊക്കെ ആദ്യമൊക്കെ ഭാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ദൈവം എല്ലാം നന്നായി ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം അതിന്മേലൊക്കെയും 30, 60, 100 മേനിയായി വിളയിക്കുന്നതിനായിട്ട് ഇടയായിത്തീരും. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വിഷയമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഇതുവരെയും സ്വന്തമായിട്ട് നമുക്ക് ഹോളില്ല. ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള മിക്കവാറും സഭകളൊക്കെയും അവർ സ്വന്തമായിട്ട് ഹോളിന് ഗവൺമെന്റിൽ നിന്ന് സ്ഥലം അനുവദിച്ചിട്ട് അവര് ഹോളൊക്കെയും പണിയാനായിട്ടൊക്കെ ആരംഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്താണ് ഞങ്ങൾ കടന്നു വന്നത്. അപ്പോഴത്തേനും അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല, ഇതുവരെയും സ്ഥലം കിട്ടിയിട്ടില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം സ്വന്തമായിട്ട് ഒരു ആരാധനാലയം ഞങ്ങൾക്ക് ഈ ദേശത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ സഭയായിട്ട് എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം. അതിനായിട്ട് പ്രിയ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മള് വിശ്വാസത്തോട്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അതിൽ അവിശ്വസിക്കാതെ വിശ്വാസത്തോടുകൂടി നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളും. അങ്ങനെയാണ് ഇവിടെയും യേശു അവരോട് പറയുന്നുണ്ട്, ഈ ശുശ്രൂഷക്കാരോട് പറയുന്നുണ്ട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ആ യേശു പറഞ്ഞ വാക്കുകൾ അവിശ്വസിക്കാതെ വക്കോളം വെള്ളം നിറയ്ക്കാൻ, എന്നാ കുറച്ച് എന്നാ യേശു പറഞ്ഞല്ലോ അതിനുവേണ്ടി ഒന്ന് വെള്ളം ഒഴിച്ചേക്കാം, അങ്ങനെയല്ല അവര് വിചാരിക്കുന്ന. അവര് വിശ്വാസത്തോടുകൂടി വക്കോളം വെള്ളം നിറച്ചതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരൊക്കെയും രാത്രി മുഴുവൻ അധ്വാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് യേശു കടന്നു ചെന്നു അവരോട് ചോദിക്കുന്നു. അവര് പറയുന്നു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 5-ാമത്തെ അധ്യായം അവൻ 4-ാമത്തെ വാക്യം, അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അന്നേരം ഈ ഗന്നേസരത്ത് തടാകം അല്ലെങ്കിൽ ഗലീല കടലിനെ കുറിച്ച് വളരെയധികം അറിവുള്ളവനാണ് ഈ ശിമോൻ പത്രോസ്. എന്നാൽ ശിമോൻ പത്രോസ് ഒന്നും, കർത്താവെ, ഞങ്ങൾ ഇന്ന സ്ഥലത്തൊക്കെ മീൻ കൂടുതലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, ആ സ്ഥലമെല്ലാം ഞങ്ങൾ നോക്കി എന്നൊന്നും പറയുന്നതിനിടയാകാതെ കർത്താവ് പറഞ്ഞ വാക്കിന് വലയിട്ടപ്പോൾ അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും
ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നു അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ നമ്മള് ഇവിടെ കാണുന്നത് യേശുവിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആ കൽപാത്രങ്ങളിൽ നിറയെ വെള്ളം നിറച്ച ആ ശുശ്രൂഷക്കാരുടെ അനുസരണം, അനുസരിച്ചതുകൊണ്ട് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. നമ്മളെ ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ശമൂവേൽ ശൗലിനോട് പറയുന്നത്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഒരു അനുസരണം, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഈ കൽപാത്രങ്ങളെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ കൽപാത്രങ്ങൾ ഒരിക്കലും ഒരു വിരുന്ന് വീട്ടിൽ കടന്നു ചെല്ലുവാനായിട്ട് ഒരു അർഹതയില്ലാത്ത പാത്രങ്ങളാണ് കൽപാത്രങ്ങൾ. അത് വെളിയിലൊക്കെയാണ് അതിന്റെ സ്ഥാനം. അനേകം ഭംഗിയുള്ള പാത്രങ്ങളുണ്ട്, വിലയേറിയ പാത്രങ്ങളുണ്ട്. അതൊക്കെയാണ് പലപ്പോഴും വിരുന്നു വീട്ടിൽ അതിന്റെ സ്ഥാനമുള്ളത്. എന്നാൽ ഈ കൽപാത്രങ്ങൾക്ക് ഒരിക്കലും ഒരു വിരുന്ന് വീട്ടിൽ കടന്നു ചെല്ലുവാനായിട്ട് ഒരു അർഹതയില്ലാത്ത പാത്രങ്ങളാണ് കൽപാത്രങ്ങൾ. ആ കൽപാത്രങ്ങളെയാണ് കർത്താവ് ഇവിടെ തന്റെ അത്ഭുത പ്രവൃത്തിക്കായിട്ട് തെരഞ്ഞെടുത്തത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യവും. നമ്മൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാനായിട്ട് യാതൊരു യോഗ്യതയും നമുക്ക് യാതൊരു വിധമായ നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ അല്ല നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ ഒന്നും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. റോമർ 5-ാം അധ്യായത്തിൽ നമ്മുടെ റോമർ 5-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 6-ാമത്തേതിൽ നമ്മുടെ ഗുണവിശേഷങ്ങൾ പറയുന്നു, നമ്മൾ ബലഹീനർ. പിന്നെ 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു നമ്മൾ അഭക്തർ. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മൾ പാപികൾ. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഇങ്ങനെ നമ്മളുടെ ഗുണവിശേഷങ്ങൾ, നമ്മൾ ബലഹീനര്, നമ്മള് അഭക്തര്, നമ്മള് പാപികള്, നമ്മള് ശത്രുക്കള്, ഇങ്ങനെ ദൈവത്തോട് ശത്രുത്വം പുലർത്തിയിരുന്ന നമ്മളെ കർത്താവ് വിളിച്ചു വേദിച്ചു തന്റെ മക്കളാക്കി തീർത്തു. ആ കരുണയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന കൽപാത്രങ്ങളെ പോലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു നമ്മളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചു തന്റെ മക്കളാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെയും തന്ന് ഓരോ ദിവസവും കർത്താവ് പോറ്റി പുലർത്തുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 27 മുതലുള്ള വാക്യങ്ങൾ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഈ കൽപാത്രങ്ങളെ പോലെ നമുക്ക് പ്രശംസിപ്പാനായിട്ട് യാതൊന്നുമില്ല. കൽപാത്രങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾ വെറും വെളിപ്പറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നു, കർത്താവിന്റെ കരുണയാൽ ഞങ്ങൾക്ക് വിരുന്ന് വീട്ടിൽ കടന്നു ചെല്ലുവാനായിട്ടിടയായി. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പറയാൻ പറ്റും, ഞങ്ങൾ ഭോഷന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബലമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുലഹീനരാണ്, അല്ലെങ്കിൽ നികൃഷ്ടരാണ്, അല്ലെങ്കിൽ ഏതുമില്ലാത്തവരാണ്. ഈ ജ്ഞാനികളെയും ബലവാന്മാരെയും കുലമഹിമയുള്ളവരെയൊക്കെയും ലജ്ജിപ്പാനായിട്ട് ദൈവം നമ്മളെ കാലാകാലങ്ങളായി തെരഞ്ഞെടുത്ത് തന്റെ മക്കളാക്കി തീർത്ത എല്ലാ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു.
നമ്മള് ഒരു പാട്ട് പാടുമല്ലോ. എന്തൊരു സ്നേഹമിത്, ദൈവം പുത്രനെ കൈവിടിഞ്ഞു, അവനെ തരുവാൻ മടിക്കാഞ്ഞതിനാൽ തരും സകലമിനി നമുക്കായി. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. അത്ഭുത സ്നേഹമിത് നമുക്കാഗ്രഹിക്കാവതിലും അവനാം പുറമായി ചെയ്ത സൽക്രിയയാൽ മരക്കുരിശതിൽ കാണുന്നു ഞാൻ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാ തൻ പദവി വെടിഞ്ഞിടുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. നിത്യമാം സ്നേഹമിത്, അവനാദ്യം നമ്മെ സ്നേഹിച്ചു, അവസാനത്തോളം അവൻ സ്നേഹിച്ചിടും, ഒരു നാളും കുറഞ്ഞിടുമോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. നിസ്തുല സ്നേഹമിത്, ദൈവം പുത്രനെ കൈവിടിഞ്ഞു, തന്റെ ശത്രുക്കൾക്ക് തകർക്കാൻ ഹിതമായി. ഇതുപോലൊരു സ്നേഹമുണ്ടോ. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. ദൈവത്തിൻ സ്നേഹമിത്, ദൈവം പുത്രനെ ആദരില്ല, അവനെ തരുവാൻ മടിക്കാഞ്ഞതിനാൽ തരും സകലമിനി നമുക്കായി. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ തൻ പദവി വെടിഞ്ഞിടുക. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനായ കർത്താവിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഏതുമില്ലാത്തതും അജ്ഞാനികളും ഭോഷത്തന്മാരുമായ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചു തന്റെ മക്കളാക്കി തീർത്ത കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റില് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചായിട്ട് കാണുന്നു. 6 കൽപാത്രങ്ങളും അത് വീഞ്ഞായി തീർന്നതായിട്ട് നമുക്ക് കാണുന്നു. ഒരു കൽപാത്രം എന്ന് പറഞ്ഞാൽ 3 പറയാണ് സാധാരണയായിട്ട് അതിനകത്ത് കൊള്ളുന്നത്. അന്നേരം 6 കൽപാത്രം, അതായത് ഒരു പറയെന്ന് പറഞ്ഞാൽ 50 ലിറ്റർ. അന്നേരം 3 പറയെന്ന് പറയുന്നത് 150 ലിറ്റർ. അന്നേരം ഒരു കൽപാത്രത്തിൽ തന്നെ ഏകദേശം 150 ലിറ്റർ വീഞ്ഞു കൊള്ളും. അങ്ങനെ 6 കൽപാത്രം വരുമ്പോൾ 6 × 150 വരുമ്പോൾ 900 ലിറ്റർ വീഞ്ഞ്.
ആ 900 ലിറ്റർ വീഞ്ഞ് എന്തായാലും ആ കല്യാണത്തിന് വേണ്ടി വരത്തില്ല. അന്നേരം നമുക്കറിയാൻ പറ്റും അതിന്റെ ആ ബാക്കി വീഞ്ഞും വിറ്റ് അതും ആ കുടുംബത്തിന് ഒരു വരുമാനമായി തീർന്നതായിട്ട് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അന്നേരം നമുക്കുള്ള ഏത് നിസ്സാരമായ കാര്യത്തിനെയും അത് നമ്മൾ വിശ്വാസത്തോടുകൂടി ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുകയാണെങ്കിൽ അതിനെ നിറപ്പാനായിട്ട് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തയോടുകൂടി ദൈവം പറഞ്ഞ വാക്കിന് നമ്മൾ വിലയിറക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടുകൂടി നമ്മൾ ഒന്നും സംശയിക്കാതെ അത് ചെയ്യുവാനായിട്ട് നമ്മൾ സന്നദ്ധരാകുകയാണെങ്കിൽ നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കാൻ കർത്താവിന് കഴിയും. അതിനായിട്ട് നമുക്ക് കർത്താവിന്റെ പാദപീഠങ്ങളിൽ ഏൽപ്പിക്കാം. അല്പസമയം നിങ്ങളുമായിട്ട് ചില ചിന്തകൾ മാത്രം ഷെയർ ചെയ്യാനായിട്ട് ദൈവം അടിയനെയും ബലപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തീരെ സൗണ്ട് ഇല്ലാതിരുന്ന അവസ്ഥയാണ്. ദൈവമക്കളൊക്കെയും എനിക്ക് വേണ്ടി വളരെ ശക്തിയോടുകൂടി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പും അടിയങ്ങളുടെ സഭയൊക്കെയും വളരെ ശക്തിയോടുകൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഇത്രത്തോളം സംസാരിപ്പാനായി ദൈവം അടിയനെയും കൃപ ചെയ്തോർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി തന്ന പ്രിയ ബിന്ദു സിസ്റ്ററിനും ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മരണത്തിന്റെ നിറവിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പൽക്കാലം കേൾക്കുവാൻ സോസൻ തോമസ് ആന്റിയിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. വിളിച്ച ദൈവം വിശ്വസനെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ച അത് അങ്ങനെ തന്നെ ചെയ്യുവാനുള്ള ആഹ്വാനം ഇന്ന് തൽക്കാലം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു. അല്ലെങ്കിൽ ആ തേഞ്ഞ നിറവ് അങ്ങനെ പുരുഷന്റെ മറവിൽ നിന്ന് ആ തേഞ്ഞ നിറവിൽ നിന്നുകൊണ്ട് തന്നെ പറയുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം ആന്റി പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നമ്മൾ എന്തെങ്കിലും ദൈവം പറഞ്ഞത് ആ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറിയതിനായി അല്ലെങ്കിൽ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് കാല് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഒന്നും കൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കൃപയ്ക്ക് ആ സ്തോത്രം ഏത് നേരത്തും കർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രാപ്തരാകണം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ സന്താപകാലത്തും സന്തോഷ നേരത്തും ഏത് സമയത്തും നമ്മുടെ കർത്താവിനെ നമ്മുടെ മുമ്പിൽ തന്നെ വെക്കുക തന്നെ ചെയ്യണം. ഏത് കാലത്തും നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ സന്തോഷ സമയത്ത് മാത്രമല്ല സന്താപകാലത്തും ദുഃഖവേളയിലും കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ വേളയിലും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അല്ലെങ്കിൽ ആ സ്വന്തം മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളുകയില്ലാന്ന് കൊള്ളുന്ന ആ 6 കൽപാത്രങ്ങളെ ദൈവം മാനപാത്രമാക്കി എടുത്തു എങ്കിൽ അല്ലെങ്കിൽ ആ സ്വന്തം വീണ്ടും ആ നന്മയ്ക്കായിട്ട് വീണ്ടും ഉപയോഗിക്കുവാൻ വേണ്ടി നന്മയ്ക്കായി അതിന്റെ കണക്കുകൾ വരെ പറയുന്നത് വളരെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. കാരണം 150 ലിറ്റർ ആ ഒരു പാത്രത്തിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അത്രയും × 6 അത്രയും കൊള്ളുമ്പോൾ അത് എല്ലാവർക്കും കൊടുത്ത് തികഞ്ഞും ബാക്കിയും വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു കഴിവില്ല ഒരു യോഗ്യതയില്ല എന്ന് മറ്റുള്ളവർ നമ്മളെ വിധി എഴുതുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പൂർണ്ണ അനുസരണമുള്ളവരായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്കും പ്രയോജനം മറ്റുള്ളവർക്കും പ്രയോജനം ആകുന്ന രീതിയിൽ നമ്മളെ ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവം കർത്താവ് ശക്തനാണ് എന്ന് ഒന്നുകൂടെ എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ സഹോദരൻ ആ കരങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തി സമർപ്പിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ശൂന്യതയുടെ നടുവിലും ഇറങ്ങി വന്ന് നമ്മളെ അല്ലെങ്കിൽ മാന്യരാക്കി തീർക്കുന്ന ദൈവമുണ്ട് എന്ന് തൽക്കാലം നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ ആ സഹോദര നമ്മളത് ശ്രദ്ധിച്ച് ആര് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കും. നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമുക്ക് സംഭവിക്കും. കർത്താവ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യുവാൻ ഒരു മനസ്സൊരുക്കം അല്ലെങ്കിൽ ഒരു അനുസരണമായ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസം പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അല്ലെങ്കിൽ കർത്താവ് എങ്ങനെ പറഞ്ഞോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ ഒരു വർധനവ് ഒന്നും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ അവിടെ ശൂന്യത വന്നു മെയിൻ പോയിന്റ് ആണ്. അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞത് വലിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തെ ഒരു ശൂന്യത കൊണ്ടിടുവാൻ ശത്രു നോക്കിയപ്പോൾ അവിടെ അല്ലെങ്കിൽ തലയുയർത്തി നിർത്തുവാൻ ആ
കല്യാണ ദിവസത്തിൽ പോലും ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നു. ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വിരുന്നുവാഴികൾ ആ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവരുടെ ആ യേശുവിന്റെ വാക്ക് കേട്ട് അതുപോലെ ചെയ്തപ്പോൾ മാന്യമാക്കി മറ്റുള്ളവർ ഇതിലും വലിയ നന്മ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിലും വലിയ വീഞ്ഞ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നോ, കർത്താവിന്റെ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് പ്രാപിക്കുവാൻ കഴിഞ്ഞല്ലോ എന്ന് മറ്റുള്ളവർക്കൂടെ വിശ്വാസം വരുന്ന ഒരു പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇത് ശൂന്യതയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഉയരുകയില്ല, അല്ലെങ്കിൽ നമ്മൾ തല ഉയർത്തുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇടത്ത് അവിടെ വലിയൊരു നീരുറവ തുറക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കി നിൽക്കെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ വിവാഹ സമയത്ത് ശൂന്യത പറയുമ്പോൾ മറ്റുള്ളവരുടെ ആ കല്യാണത്തിന് ഇന്ന കുറവുണ്ടായിരുന്നു അല്ലെ, അവിടെ വന്നിരുന്ന ആൾക്കാരെല്ലാം മറ്റുള്ള ദേശത്തു കൂടി അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ഒരു വിഷയമാക്കി തീർക്കുമായിരുന്നു. എന്നാൽ ആ ശൂന്യതയെ മാന്യമാക്കി തീർത്ത ദൈവം, അവിടെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വരുത്തിയ ദൈവം, അല്ലെങ്കിൽ പച്ചവെള്ളത്തെ അല്ലെങ്കിൽ വലിയൊരു വീഞ്ഞാക്കി മാറ്റി എങ്കിൽ തീർച്ചയായിട്ടും ഒരു നാളും നമ്മളെയും കൈവിടാത്തൊരു ദൈവം, ആ ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് മറ്റുള്ളവർ കാണുകയും മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് ഒന്നും കൂടെ ഉറപ്പിക്കാൻ ദൈവം നമ്മുടെ പറഞ്ഞ പല സാഹചര്യങ്ങൾ കടന്ന് നമുക്ക് ഭയമാണ്, എങ്ങനെ മുമ്പോട്ട് തിരിയും. എന്നാൽ കർത്താവ് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്താൽ നമ്മളെ ഇതുപോലെ മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന്, നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പൽക്കാല സൂസൻ തോമസ് ആന്റിയിൽ കൂടെ നമ്മളെ വചനം ഒന്നും കൂടെ പ്രബോധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഒന്നും കൂടെ വർധനം ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കി തിരിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കി. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുവാൻ കർത്താവിന്റെ കരങ്ങളിൽ, കർത്താവ് എന്നെ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത്, ആരും മറ്റുള്ളവർ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ഞാൻ ഇന്ന് പാൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സമർപ്പണ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇതുപോലൊരു മാനപാത്രമാക്കി വീണ്ടും ശേഷിപ്പ് തന്ന് മറ്റുള്ളവർക്കൂടെ നന്മ കൊടുക്കുന്ന രീതിയിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പാൽക്കാലം നമ്മളെ കേൾപ്പിച്ചല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേട്ടതും ഒരു ആത്മീയ വർധനവായിരിക്കും. നമ്മൾ ഇന്ന് കേട്ടു, നമ്മൾ ഇത് ഓഫ് ചെയ്ത് മാറി പോകുമ്പോൾ ആ ഒരു ഇതല്ല കണ്ട് ഇതേ സാഹചര്യം കൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകാം. അപ്പോൾ ഈ ആദ്യത്തെ വചനങ്ങൾ നമ്മളെ കാതോർത്ത് വരികയും അത് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ട് അത് ഓർപ്പിച്ച് അപ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. ഇപ്പോൾ നമ്മൾ സമർപ്പിച്ച ആ സമർപ്പണ ബോധം നമ്മുടെ ഉണ്ടായിരുന്നു. കർത്താവ് അന്ന് ആ കേട്ട വചനം അല്ലെങ്കിൽ സൂസൻ തോമസ് ആന്റി പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തത് തുടർന്നുള്ള ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നാളെ നമ്മുടെ ജീവിതത്തിൽ ശൂന്യത കടന്നു വരാം, ഒരു കഴിവും ഇല്ലെന്ന് പറയാം, ഒരു യോഗ്യതയും ഇല്ലെന്ന് പറയാം, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാം. പക്ഷെ കർത്താവ് അങ്ങ് എന്നോട് കൽപ്പിച്ച പ്രകാരം ഞാൻ അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിക്കുന്ന നാഥ എന്ന് പറഞ്ഞ് നമ്മളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ആണ് ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വർധനവ് ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. അല്ലെങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷ പാട്ടുകൾ നമ്മൾ രാവിലെ പാടിയ എബിമോന, അല്ലെങ്കിൽ രണ്ടാമത്തെ സെക്ഷൻ പാടിയ സുമിമോള്, അല്ലെങ്കിൽ ആ സോദർ വളരെ ആത്മീയ നിറവ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഭംഗിവാക്കൊന്നുമല്ല പറയാം, നല്ലൊരു ആത്മീയ നിറവ് നമ്മുടെ ആലയത്തിൽ പോയി അല്ലെങ്കിൽ ആ സോദര ആ ഒരു സാന്നിധ്യമൊക്കെ നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇന്ന് പൽക്കാലം കർത്താവ് നമ്മളെ ഇടയാക്കി. പ്രത്യാശയോടെ അല്ലെങ്കിൽ ആ സോദര ആ പാട്ടുകളൊക്കെ പാടിപ്പോൾ അറിയാതെ നമ്മൾ ആത്മാവിൽ അല്ലെങ്കിൽ പാടി പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നമ്മുടെ ആത്മ നിറവിൽ അല്ലെങ്കിൽ ആ സോദര അത് നമ്മൾ അതിന്റെ ആ ഒരു സാമീപ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇന്ന് 2 സെഷനും ദൈവം നമ്മളെ ഇടയാക്കി. അതിന് ശുശ്രൂഷിച്ച നമ്മുടെ സൂസൻ തോമസ് ആന്റിയെ ദൈവം ധാരാളം അനുഗ്രഹിയുടെ ആ കുടുംബത്തെ ഇത്രത്തോളം ദൈവം മാനിച്ചു. ശൂന്യതയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം നടത്തിയെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് വിചാരിച്ച സമയത്ത് ഇത്രത്തോളം കർത്താവ് വർഷത്തോളം ആ ഖത്തറിന്റെ പ്രദേശ ദൈവം നിലനിർത്തിയെങ്കിൽ നാളെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ കർത്താവ് അല്ലെങ്കിൽ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. അവിടെ ദാനമ കൊടുത്ത സഭയെ അവിടുത്തെ കൂട്ടുവിശ്വാസികളൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേർക്ക് ആശ്വാസമായി, തണലായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്ദേശമായി, അല്ലെങ്കിൽ ആ സ്തോത്രം അനേർക്ക് വചനത്തിന്റെ അല്ലെങ്കിൽ പാപക്കുഴിയിൽ കിടക്കുന്നവരെ കൈക്ക് പിടിച്ച് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആ നിറവിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഉറവിൽ അല്ലെങ്കിൽ ആ സ്തോത്രം നിർത്തുവാൻ വീണ്ടും ആ സഭയെ ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ ദൈവം ഉപയോഗിക്കുമാറായിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മൾ
രാവിലത്തെ സെഷനിൽ ഒരു കുഞ്ഞുങ്ങളുടെ പോലും നമുക്ക് നമ്മുടെ കരങ്ങൾ കിട്ടിയ ഒരു കുഞ്ഞുങ്ങളുടെ പോലും പേരുകൾ വായിക്കാതിരുന്നില്ല. നമ്മളാലാവുന്നിടത്തോളം പേരുകൾ വായിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇന്നത്തെ സെഷനിൽ ദൈവം നമ്മളെ ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ മറുപടി കാണുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥന വിഷയം എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സി സിസ്റ്റർ പ്രാർത്ഥിക്കും. നമ്മുടെ മറിക്കുട്ടി രാജു ആന്റി ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പ്രാർത്ഥന വിഷയം, നമ്മുടെ ടീന ജോബിന്റെ കാര്യം അറിഞ്ഞോ ആന്റി? ഓമന യോഹന്നാൻ ആന്റി സ്തോത്രം. ആന്റി, ഞാൻ രാവിലെ പ്രിൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോയി. അവര് യൂറിനും പിന്നെ ബ്ലഡ് ഒക്കെ ചെക്കപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നാളെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞെന്ന്. പിന്നെ നാളെ CT സ്കാൻ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് വെളുപ്പിനെ ഒരു ഇത് കാണുവാൻ ഇടയായി. ഞങ്ങൾ വെള്ളപ്പൊക്കം, ദേശത്തെല്ലാം വെള്ളപ്പൊക്കം, പക്ഷെ ഞങ്ങൾ മാത്രം കുടുംബമായിട്ട് ഈ തുമ്പത്ത് നിൽക്കുന്നു. വെള്ളത്തിന് ഇതായിട്ടില്ല, മുട്ടിന്റെ അവിടെ വരെ വെള്ളം വന്നതായിട്ട് ഞാൻ കാണുവാൻ ഇടയായി. എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതങ്ങ് നടക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സ്തോത്രം. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മെ കാണിക്കുന്നത് വരുന്ന അനർത്ഥത്തിനെ കുറിച്ച് നമ്മൾ മുന്നോടിയായി പ്രാർത്ഥിക്കുമ്പോൾ അതിന് നീക്കുപോക്ക് വരുത്തുന്ന ഒരു ദൈവമാണല്ലോ. അങ്ങനൊന്നും വരാതെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥന വിഷയമായിട്ട് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ കേട്ട നമ്മുടെ ഓമന യോഹന്നാന്റെ ലെഫ്റ്റ് ആയെന്ന്. ഓക്കെ, സ്തോത്രം. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. രാവിലത്തെ സെഷനിൽ നമ്മുടെ പ്രൈസുമോടെ എക്സാം നല്ല രീതിയിൽ നടക്കുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. അതുപോലെ നമ്മുടെ ആൽബിമോന്റെ വൈകുന്നേര സമയത്ത് നമ്മുടെ 6-7 മണിക്ക് 7-7:30 സമയത്താണ് നമ്മുടെ ആൽബിമോന്റെ എക്സാം നടക്കുന്നത്. അവിടെ ദൈവത്തിന്റെ കൃപ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കാൻ ഇടയാക്കണം, പ്രാർത്ഥിക്കണം. ഇന്നത്തെ 1 മണിക്കും 1 മണിയുടെയും 3 മണിയുടെ ഇടയ്ക്ക് സർജറിക്ക് വിധേയയായ നമ്മുടെ ടീന ജോബിൻ സിസ്റ്ററിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. അനേക വിഷയങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടയാത്തിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ സൂസൻ തോമസ് ആന്റി കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. പാട്ടുകൾ പാടിയ സുനിമോളെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണമേ. ആ കൃപാസംഘടനയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അല്ലെങ്കിൽ പേട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചെക്കപ്പ് ഒക്കെ നടത്തുവാനിടയായിട്ട് നാളെ ഒരു CT സ്കാൻ ഉണ്ട്. റിസൾട്ട് വരുമ്പോൾ യാതൊരു ഒരു കുഴപ്പമില്ലെന്ന് കേൾപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുങ്ങൾ പോലും ദൈവകൃപ വിട്ട് ഒരു നിമിഷം പോലും മാറിപ്പോകാതെ അത് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പൂർണ്ണമായി അനുസരിച്ച് തികഞ്ഞ വ്യക്തിയോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ ഇടയാക്കണം. ശക്തമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആ സഹോദരൻ ആത്മീയ വർധനവ് പ്രാപിച്ച കുഞ്ഞുങ്ങളായി, കൃപാവരങ്ങളാൽ നിറഞ്ഞ കുഞ്ഞുങ്ങളായി, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും, കർത്താവ് എന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുവാൻ ഒരു പൂർണ്ണ മനസ്സ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കണം. കാരണം അത് അങ്ങനെ തന്നെയാണോ, ഇത് ഇങ്ങനെ ചെയ്യണമോ എന്നുള്ള സംശയം കാരണം പല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ആ സഹോദരൻ ചെയ്യാതെ അല്ലെങ്കിൽ ആ സഹോദരൻ നമ്മളൊരു കുഞ്ഞുങ്ങളെ വെച്ച് നോക്കും ലോകബംഗിലേക്ക് പോയിട്ട് അതിന് അവൾ കാലുകൾ എടുത്ത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ തല ഉയരാൻ പറ്റാതെ അതിനകത്ത് അകപ്പെട്ടു പോയി ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നല്ലാതെ വല്ലാത്ത ഭീതിയുടെ അവസരങ്ങൾ കടന്നു പോകുന്ന നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിൽ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഈ ലോകബംഗങ്ങളിലേക്ക് മാടി വിളിക്കുന്ന പ്രലോഭങ്ങളിലോ ചതികളിലോ ഒന്നും പെട്ടുപോകാൻ അനുവദിക്കാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോകുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയെങ്കിൽ നാളെ നിലനിർത്തുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാണമേ. അധികമായി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും ദൈവിക കൃപയാ പകർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹിക്കുമ്പോൾ തീർത്തു എന്ന് ഇന്ന് കേട്ട വചനത്തിന്റെ പോലെ വിശ്വാസത്തോടെ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതുപോലെ ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബ്ലെസ്സി ശ്രീജിത്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മറിയക്കുട്ടി രാജു ആന്റി ആശ്രമം പറഞ്ഞ് അവസാനിപ്പിക്കും.
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതിരുകളില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ, അമ്മനെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അമ്മൻ ഹല്ലേലൂയ. പലയിടങ്ങളിലായിരുന്നുണ്ട് കർത്താവേ. അമ്മൻ സഹോദരന്മാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് തിരുപാദപീഠത്തിലായിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കർത്താവെ വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അമ്മൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പ്രേയർ ആയിരുന്നല്ലോ കർത്താവെ. അത് അനുഗ്രഹമാക്കി കർത്താവെ. ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. ദൈവകൃപയും സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ കർത്താവെ ഹല്ലേലൂയ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കുഞ്ഞു പൈതങ്ങൾ മുതൽ കർത്താവ് മുതിർന്ന യൗവനക്കാരെ വരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് അതിന് മറുപടി നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ആമേൻ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. ആമേൻ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. പ്രിൻസ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാനൊക്കെ ഇടയായല്ലോ കർത്താവേ. ആമേൻ ഹല്ലേലൂയ കൊടുത്തിരിക്കുന്ന അല്പാശ്വാസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാളെ CT സ്കാൻ എടുക്കുവാനായിട്ട് ഹല്ലേലൂയ കർത്താവെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ആമേൻ സുഖത്തോടെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കരയിലെത്തുവാനും കർത്താവേ ഒക്കെ ദൈവം സഹായിച്ചുള്ളതിന് നന്ദി പറയുന്നു കർത്താവേ. തുടർന്നുള്ള ട്രീറ്റ്മെന്റ്സിനെല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം കർത്താവെ. ആ രോഗം എന്തെന്ന് കർത്താവെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അത് കണ്ടെത്തുവാൻ ഡോക്ടേഴ്സിനെ ദൈവം സഹായിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് കർത്താവെ നിങ്ങളുടെ ദാസൻ ബലപ്പെടുവാൻ കർത്താവെ ഹല്ലേലൂയ അങ്ങ് സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം നിങ്ങളുടെ മകന്റെ കൂടെ ഇരുന്ന് കർത്താവെ സ്തോത്രം സൗഖ്യമാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ സർജറി ആയിരുന്ന കർത്താവെ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. ആശ്വാസമായി കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ദൈവം കൃപ കൊടുക്കണം കർത്താവ്. മുറിവുകളൊക്കെ വേഗത്തിൽ ഉണങ്ങുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ദൈവം സഹായിക്കണം. ക്ഷമയോടെ സ്നേഹത്തോടെ സൗമ്യതയോടെ കർത്താവെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. വേദനയൊന്നും ഇല്ലാതെ ആമേൻ പെട്ടെന്ന് തന്നെ കർത്താവ് മുറിവുണങ്ങുവാനും കർത്താവ് ഹോസ്പിറ്റലിൽ നിന്ന് ഹല്ലേലൂയ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയി സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ പ്രൈസ് ലോർഡ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട സെഷനിലെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ സുമിയെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ അനുഗ്രഹിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. തനിക്ക് കൊടുത്തിരിക്കുന്ന താലന്ത് ഇനിയും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ദൈവനാമത്തെ ഉയർത്തുവാൻ പിന്നെയും കർത്താവ് സ്തോത്രം തന്റെ മകളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. തന്റെ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് അനുഗ്രഹമായി ദൈവം നടത്തി പ്രാർത്ഥന കേട്ട് കർത്താവെ ഹല്ലേലൂയ കൂട്ടുകാരിൽ പരമമായ കർത്താവെ മാനിച്ചുവല്ലോ സ്തോത്രം. പിന്നെയും ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ സുമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ജോലിക്കായി ആഗ്രഹിക്കുന്ന തക്ക സമയത്ത് കർത്താവ് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് അതുവരെയും കരയുവാനും പ്രാർത്ഥിപ്പാനുള്ള കൃപ ധാരാളമായി കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടുന്ന അവസരമൊക്കെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും ദൈവം കർത്താവ് വഴികളെ ഒരുക്കി മാനിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സൂസൻ സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തിരുവചനത്തിൽ നിന്നും സംസാരിപ്പാൻ കർത്താവെ ഹല്ലേലൂയ ഗണദാസിയെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കഴിയുന്ന ആളുകളിലൊക്കെയും ബലഹീന അവസ്ഥയിലും കർത്താവ് ശാരീരികമായി ക്ഷീണിച്ച് ആമേൻ ഇരുന്ന അവസ്ഥ കർത്താവെ അതൊക്കെ മാറ്റി ദൈവം കർത്താവെ കൊടുത്തിരിക്കുന്ന ബലത്തിനായി സുഖത്തിനായി ആരോഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പിന്നെയും അനേകരുടെ മുൻപാകെ കർത്താവ് നിർത്തിക്കൊള്ളുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തിരുവചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവ് മറിയ ചിലത് സംഗ്രഹിച്ചു കർത്താവെ ഹല്ലേലൂയ ആമേൻ യേശുവേ സ്തോത്രം. ഒരു ആമേൻ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ വളരെ ആമേൻ ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ഉത്തമമായിട്ടുള്ള ഒരു സ്വഭാവം ഞങ്ങൾ കേൾക്കുവാനിടയായി. ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കർത്താവെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ സഹോദരിമാരായി ഞങ്ങൾക്ക് തരിമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ശിഷ്യന്മാർ കർത്താവെ അനുസരിച്ചതുപോലെ കർത്താവെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ വിളമ്പുകാരെ കർത്താവ് അനുസരിച്ചതുപോലെ കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവായിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ആത്മീക ജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് കർത്താവ് തിരുവചനം അനുസരിപ്പാൻ കർത്താവെ ഉള്ള നല്ല ബുദ്ധിയെ തരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അങ്ങയോടുള്ള കർത്താവെ ആ സ്നേഹത്തിൽ കർത്താവ് അങ്ങയുടെ പറ്റിച്ചേർന്ന് അമ്മനെ ആയിരിക്കാൻ കർത്താവെ സ്തോത്രം സ്തോത്രം. അങ്ങയുടെ പ്രിയ ശിഷ്യന്മാരെന്ന ഹല്ലേലൂയ നല്ല ശ്രദ്ധിക്ക് കർത്താവ് പേര് കേൾക്കുവാൻ ഞങ്ങളെയും കർത്താവ്
സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒടുവിലായ കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവം കർത്താവെ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. വിശ്വസിച്ചവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത ദൈവം കർത്താവെ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് കർത്താവെ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അല്പമേ ഉള്ളൂ എങ്കിലും കർത്താവ് തിരുക്കരങ്ങളിലേക്ക്, ഹല്ലേലൂയ, അല്ല ഇല്ലായ്മയായിരുന്നാലും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിനെ വർദ്ധിപ്പിച്ച് കർത്താവെ, ആമേൻ, ഹല്ലേലൂയ, വർദ്ധിപ്പിക്കാൻ മാത്രമല്ല അതിനെ കർത്താവെ പിന്നെയും കർത്താവെ, ഹല്ലേലൂയ, ബാക്കിയാക്കുന്ന ഒരു അനുഭവം കർത്താവെ, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് കർത്താവെ, യേശുവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പല ചൊല്ലി പ്പെടുമ്പോൾ ഇനി എന്തായി തീരുമെന്ന് കർത്താവെ, ഹല്ലേലൂയ, ഇല്ലായ്മയുടെ അവസ്ഥകളിൽ, ജീവിതത്തിന്റെ പല കർത്താവെ, ഹല്ലേലൂയ, അവസ്ഥകളിൽ ഇല്ലായ്മയുടെ അവസ്ഥ കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ വ്യാകുലപ്പെടുമ്പോൾ കർത്താവെ, അപ്പോഴൊക്കെയും ദൈവകരങ്ങളിലേക്ക് ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവെ, ദൈവകരങ്ങളിലേക്ക് തരുവാൻ ഞങ്ങളെ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പഠിപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ഹല്ലേലൂയ, അവൻ നിന്നെ പുലർത്തും കർത്താവെ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങി പോകുവാൻ ദൈവം സമ്മതിക്കില്ലല്ലോ കർത്താവെ. ആമേൻ. പ്രിയപ്പെട്ടവരൊക്കെയും ഞങ്ങൾ കൂടി വന്ന് കർത്താവ്, ഞങ്ങൾ പല വിഷയങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ചെയ്യുന്നുണ്ടല്ലോ കർത്താവ്. ആ വിഷയങ്ങളുടെ മേലൊക്കെയും ദൈവഹിത പ്രകാരം ആമേൻ പരിഹാരം ഉണ്ടാകേണ്ടതിന് കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, വിടുതലുണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെടുത്തണമേ, സഹായിക്കണം, ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. അനുഭവത്തിൽ നിന്നൊക്കെയും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായല്ലോ കർത്താവ്. അതൊക്കെയും കർത്താവ് കേട്ടവർക്ക് ജീവിതത്തിൽ അത് ബലമായി തീരുവാൻ, ഹല്ലേലൂയ, വിടുതലായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. കർത്താവ് ഈ കേൾക്കുന്നതൊക്കെയും കർത്താവെ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ ഓരോ സഹോദരിമാരെ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളിൽ കൂടെ കർത്താവ് അനേകരെ കർത്താവ് ക്രിസ്തുവിനെ വേണ്ടി വാർത്തെടുക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേലെ പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ ഞങ്ങൾ നിർത്തിക്കൊള്ളുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വരവിനായി ഞങ്ങൾ ഒരുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചും തളർന്നു പോകുന്ന അവസ്ഥകൾ മാറി ആത്മാവിന്റെ ബലത്തിൽ കർത്താവ് ശക്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് പിന്നെയും താഴ്ത്തി അടിയനെയും സമർപ്പിക്കുന്നു. കർത്താവ് കുറവുകളൊന്നും ഓർക്കല് വിടുതലിന് പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ബിന്ദു സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അങ്ങയുടെ ദാസിയെ ദൈവം സഹായിക്കുന്നല്ലോ സ്തോത്രം. ഈ കൂട്ടായ്മയൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള കൃപ കൊടുത്തിരിക്കുന്ന സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അതിനായി കർത്താവ് ദാസിയെ മുന്നമേ അങ്ങ് കണ്ട കൃപയ്ക്കായി സ്തോത്രം. അവിടെ ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കണം. കൺവെൻഷനായിട്ട് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. യാത്ര മധ്യേലും ദൈവകൃപ സാന്നിധ്യം ഉണ്ടായിരിക്കണം കർത്താവ്. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിരിക്കണം കർത്താവ് സ്തോത്രം. അവർ കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും, അവർ ഏറ്റെടുക്കുന്ന എല്ലാ വിഷയങ്ങളും അനുഗ്രഹമായി കർത്താവ് മാനിച്ചു കൊടുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. പുകയിൽ വരികയിലൊക്കെ കൂടെ ഇരിക്കണം സ്തോത്രം. അങ്ങോട്ട് ചിറകിൻ മറവിൽ മറച്ചുള്ള മറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമസ്ത കാര്യം തിരുപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എന്നേക്കും നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും, പ്രാർത്ഥിച്ച പ്രിയ സഹോദരിയുടെ മേലും, രാവിലെ കാലം വർഷിപ്പ് ചെയ്ത നമ്മുടെ എബിമോന്റെ മേലും, വൈകിട്ട് വർഷിപ്പ് ചെയ്ത സുമിമോടെ മേലും, വചനം ഷെയർ ചെയ്ത പ്രിയ കർത്താവിന്റെ ദാസിയുടെ മേലും, ഈ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയുടെ മേലും, കുടുംബത്തിന്മേലും, ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ വരവോൾ ഇപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായി എല്ലാ ദൈവത്തിലും നന്ദി. ഇത്രത്തോളം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട നേതാക്കളും നന്ദി അറിയിക്കുന്നു. പാട്ടുകൾ പാടിയ മെസ്സേജ് പറഞ്ഞ സുസ്നാന്തി, പാട്ടുകൾ പാടിയ സുമിമോളെ, എബിമോനെ, അതുപോലെ പാർട്ടി സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ആശ്രയം പറഞ്ഞ ആന്റിയോടും ദൈവനാഥത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.